100 ദിവസങ്ങൾ പിന്നിടുകയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ. എന്തൊക്കെയായിരുന്നു അഭിപ്രായ സർവേകൾ വന്ന ശേഷം ഫലം വരാൻ തുടങ്ങിയപ്പോൾ പോലും ഇത് അസംഭവ്യമാണ്. അതിനോടനുബന്ധിച്ച് വന്ന ക്ലെയിംസ് പുതിയ പ്രധാനമന്ത്രിയൊക്കെ തീരുമാനിച്ചിരുന്നു. പ്രതിപക്ഷം എന്തായാലും മൂന്നാം വട്ടവും അധികാരമേറ്റു. ആദ്യ 100 ദിവസങ്ങളിൽ തന്നെ ശതകോടികളുടെ പദ്ധതികൾക്കാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അനുമതി നൽകിയത്. സാധാരണക്കാരെയും കർഷകരെയും ലക്ഷ്യം വെച്ച് നിരവധി ജനപ്രിയ പദ്ധതികളാണ് ആദ്യ 100 ദിവസം കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചത്. 2024 പൊതുതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് മുമ്പ് തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ നിശ്ചയിച്ചിരുന്നു. അതിനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. റോഡ്, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത് ഗഡുവായി 20,000 കോടി രൂപ 9.3 കോടി കർഷകർക്കായി വിതരണം ചെയ്യാനായതും ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കായി 1000 കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിച്ചു. ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ ഉൾപ്പെടെ 14,200 കോടി രൂപയുടെ 7 പ്രധാന പദ്ധതികളും ആരംഭിച്ചു. തൊഴിൽ നൈപുണ്യ വികസനത്തിനായി 2 ലക്ഷം കോടി രൂപയുടെ പാക്കേജിനാണ് രൂപം നൽകിയത്. മൂലധന ചെലവ് 11.1 ലക്ഷം കോടി രൂപയായി ഉയർത്തി. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ സാധിച്ചതും 100 ദിവസത്തെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. മുദ്രാ വായ്പ 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായി ഉയർത്തി. ഇതിനു പുറമെ ടാക്സ് നിർത്തലാക്കിയതും കോർപ്പറേറ്റ് നികുതി കുറയ്ക്കലും കൂടാതെ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ നിർണായക ചുവടുവെക്കുവാനും 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിനായി. എണ്ണമറ്റ നേട്ടങ്ങളുടെ തിളക്കത്തിൽ നിൽക്കുമ്പോഴും ദേശീയ സഹകരണ നയവും അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെ ഉന്നമനവും ലക്ഷ്യം വെച്ച് നിരവധി പദ്ധതികളും അണിയറയിൽ തയ്യാറെടുക്കുകയാണ്. ജനം, ഡൽഹി.